കർണാടക കോൺഗ്രസ് തർക്കത്തിൽ ചർച്ച. ഒപ്പം ഡൽഹിയിലെ വായുമലിനീകരണം, വാർഷിക സുരക്ഷാ യോഗം ഇന്ന് ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നടക്കുന്നു. തുടങ്ങിയ വാർത്തകളുടെ വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ വാർത്തകളാണ് ഇന്ന് വരാൻ സാധ്യതയുള്ളത്? ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എങ്ങനെയാണ്? വെരി ഗുഡ് മോർണിംഗ് പ്രവിത. ഈ പ്രധാനമായും രാജ്യതലസ്ഥാനത്ത് ഇന്ന് നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന വാർത്ത എന്നുള്ളത് കർണാടകയിൽ നിന്നുള്ളതാണ്. കർണാടകയിലെ കോൺഗ്രസിലെ തർക്കം അത് ഡൽഹിയിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കർണാടകയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും തമ്മിലുള്ള ഒരു സംഘർഷം നിലനിൽക്കുന്നുണ്ട്. 2.5 വർഷത്തേക്ക് മുഖ്യമന്ത്രി പദവി എന്ന ഈ തെരഞ്ഞെടുപ്പ് ജയിച്ച ഉടനുള്ള ധാരണ പാലിക്കണമെന്നാണ് DK ശിവകുമാർ പക്ഷത്തിന്റെ ആവശ്യം. എന്നാൽ അത് സിദ്ധരാമയ്യ അംഗീകരിക്കുന്നില്ല എന്നതാണ് ഇത്തരത്തിലൊരു പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചത് എന്നും DK ശിവകുമാർ പക്ഷം വ്യക്തമാക്കുന്നു. ഇത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും പ്രതികരണങ്ങളിലുമായി നേരിട്ടുള്ള ഒരു വാക്പോരിലേക്ക് കടന്നിരിക്കുകയാണ്. വാക്ക് അതിനാണ് വില എന്ന ഒരു പ്രതികരണം ഇന്നലെ DK ശിവകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് നൽകിയ വാക്ക് പാലിക്കണം എന്ന ആണ് അദ്ദേഹം പരോക്ഷമായി ഈ ഉന്നയിക്കുന്നത്. അതേസമയം അതിനുള്ള പ്രതികരണവുമായി മുഖ്യമന്ത്രി കഴിഞ്ഞ കാലത്ത് നടപ്പാക്കിയ വികസന പദ്ധതികൾ, ജനക്ഷേമ പദ്ധതികൾ എടുത്തു കാണിച്ചുകൊണ്ട് തന്നെ വാക്ക് ജനക്ഷേമത്തിനല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല എന്നുള്ള പ്രതികരണവും ഒപ്പം തന്നെ ജനവിധി ഏതെങ്കിലും ഒരു നിമിഷത്തേക്കോ കാലത്തേക്കോ അല്ല 5 വർഷത്തേക്കാണ് എന്നുള്ള പ്രതികരണം ഉണ്ടായിരിക്കുന്നു. എന്തായാലും വിഷയത്തിൽ ഇടപെടുമെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരു നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് അന്വയ ചർച്ചകൾ നടത്താനുള്ള തീരുമാനത്തിലാണ്. ആ ചർച്ചകൾ ഇന്നോ നാളെയോ ആയി ഡൽഹിയിൽ ഉണ്ടാകും. ഇന്ന് തന്നെ ചർച്ചകൾ ഉണ്ടാകും എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. കാരണം പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പേ പ്രശ്നങ്ങൾ തീർക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഡൽഹിയിലെ വായുമലിനീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാഹചര്യം രൂക്ഷമായി തന്നെ തുടരുകയാണ്. എന്നാൽ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നേരിയ തോതിൽ മെച്ചപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ GRIP 3 മാനദണ്ഡങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. അതേസമയം ഈ അന്തരീക്ഷ മലിനീകരണത്തിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ അവരെ കഴിഞ്ഞ ദിവസം പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കുകയും 4 പേരെ 2 ദിവസത്തേക്കും ബാക്കി 13 പേരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുന്ന തീരുമാനവും ഉണ്ടായിരുന്നു. ഇവരുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. പോലീസ് കസ്റ്റഡിയിൽ പീഡനം നേരിടേണ്ടി വന്നു എന്നുള്ള ആരോപണം ഈ അറസ്റ്റിലായവർ കഴിഞ്ഞ ദിവസം കോടതിയിൽ വെച്ച് മാധ്യമങ്ങളോട് ഉന്നയിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെയാണ് ഇന്ന് പ്രധാനപ്പെട്ട ഒരു യോഗം ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നടക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ പോലീസ് സേനകളുടെ മേധാവിമാരുടെ യോഗമാണ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷയും ഒപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ DGPമാർ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മാവോയിസം ഒപ്പം തന്നെ സ്ത്രീ സുരക്ഷ, സൈബർ സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംബന്ധിച്ചുള്ള നിർണായക ചർച്ചകളാണ് 2 ദിവസത്തെ യോഗത്തിൽ നടക്കുക. പ്രവിത. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.